വീണ്ടും KLF വാർത്തകളിലേക്ക് തന്നെ പോകാം. കട്ടുമുടിക്കാതിരുന്നാൽ തന്നെ കേരളത്തിൽ വികസനം ഉണ്ടാകുമെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര. കേരളത്തിന് ആവശ്യം അടുത്ത 50 വർഷത്തേക്കൊരു മാസ്റ്റർ പ്ലാനാണെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് നടക്കുന്ന കേരള സാഹിത്യോത്സവത്തിൽ കേരളം അറ്റ് 2050 എന്ന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൂറിസം മുതൽ വിദ്യാഭ്യാസം മുതൽ നമ്മുടെ നഗരാസൂത്രണം മുതൽ മാലിന്യ നിർമ്മാർജ്ജനം മുതൽ എല്ലാ മേഖലയിലും ആരോഗ്യ മേഖല എല്ലാത്തിനും അടുത്ത ഒരു 50 വർഷത്തിലേക്ക് എങ്ങനെയായിരിക്കണമെന്ന് നമുക്കൊരു മാസ്റ്റർ പ്ലാൻ വേണം. മാസ്റ്റർ പ്ലാൻ ഇല്ലായ്മയുടെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമ്മൾ ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ 6 വരിയായി ഹൈവേ പണി പൂർത്തിയായി വരുന്നുണ്ട്. എന്നാൽ അതിനിടയ്ക്കുള്ള പാലങ്ങൾ പലതും 2 വരിയായി നിൽക്കുക. അതായത് അന്ന് ആ പാലം പണിയുമ്പോൾ ഭാവിയിൽ 6 വരിയാകേണ്ടതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പാലം 6 വരിക്ക് പണിയാമായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ പാലം പൊളിക്കാനുള്ള ചെലവ് കൂടെ വരുമ്പോൾ ആ പാലം ഇല്ലാതിരുന്നെങ്കിൽ അതായിരുന്നു കുറച്ചുകൂടെ ലാഭം എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ലോകത്തിന് വേണ്ടതെല്ലാം കേരളത്തിലുണ്ട്. എന്നാൽ സർക്കാരിന് കൃത്യമായ മാർക്കറ്റിംഗ് സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് അവയെ പരിപോഷിപ്പിച്ചെടുക്കാൻ സാധിക്കാത്തത്. നമ്മുടെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും ടൂറിസവുമായി ബന്ധപ്പെടുത്തി ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാനായാൽ അടുത്ത 15 വർഷം കൊണ്ട് കേരളത്തിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാകുമെന്നും സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു. മലയാളിക്ക് വേണ്ടത് മലയാളി അർഹിക്കുന്ന ഒരു നേതൃത്വമാണ്. അവരെ ചെവിയെ പിടിച്ച് മുമ്പോട്ട് നയിക്കേണ്ടി വരും. ചില സമയത്ത് പുറത്ത് തലോടേണ്ടി വരും. ചില സമയത്ത് നിറകയിൽ ഒരു ഉമ്മ കൊടുക്കേണ്ടി വരും. മലയാളിക്ക് ഏത് സമയത്ത് എന്ത് കൊടുക്കണമെന്ന് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ മലയാളി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പ്രാപ്തരാണെന്നാണ് ബുർജ് ഖലീഫ പണിതപ്പോ അവിടുത്തെ ഭരണാധികാരി പറഞ്ഞത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതിൽ വലിയൊരു ശതമാനം മലയാളികളാണ് എന്ന്. ലോകത്തിലെ അത്ഭുതങ്ങളെല്ലാം സൃഷ്ടിക്കുന്നിടത്ത് മലയാളിയുടെ കൈകളുണ്ട്, തലച്ചോറുണ്ട്. നാസയിൽ മലയാളിയുണ്ട്, ചന്ദ്രയാനിൽ മലയാളിയുണ്ട്, സൂര്യദൗത്യത്തിൽ മലയാളിയുണ്ട്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നിടത്ത് മലയാളിയുണ്ട്. എന്നാൽ മലയാളി ഉള്ളിടത്ത് മലയാളി എന്തായി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. രാഷ്ട്രീയക്കാരുടെ താളത്തിനൊത്തു തുള്ളുന്ന പമ്പരവിഡ്ഢികൾ നമ്മുടെ രാജ്യത്തുണ്ട്. മതത്തെ രാഷ്ട്രീയമാക്കുന്നതും രാഷ്ട്രീയത്തെ മതമാക്കുന്നതുമാണ് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നെന്നും സന്തോഷ് ജോർജ് കുളങ്ങര കൂട്ടിച്ചേർത്തു. ലിജീഷ് കുമാറാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുമായി സംവദിച്ചത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.